നമ്മളിന്ന് ഇവിടെ മേരി സ്വാപ്പ് മീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് സത്യം പറഞ്ഞാൽ ചന്ത എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ഓപ്പൺ എയർ മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ സ്പ്രിംഗ് ആയ സ്ഥിതിക്ക് ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട്. നല്ല തിരക്ക് അവിടെ. കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, പക്ഷെ ഒത്തിരി കോഴി അവിടെ കൂവുന്നുണ്ട് എൻ്റെ തൊട്ട് ബാക്കിൽ. ഞങ്ങൾ ഏകദേശം രാവിലെ ഇവിടെ ഒരു 8 മണിയായപ്പോൾ എത്തി. ഇവിടെ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. പലരും വിൽക്കുന്നത് പലതരം കോഴികളും, പിന്നെ താറാവ്, ടർക്കി, കാട, കരിങ്കോഴി, പ്രാവ്, ഇങ്ങനെ പലതരം ബേർഡ് വെറൈറ്റീസിനെയാണ്. ഇവിടെ ടൂൾസും സംഭവങ്ങളൊക്കെയാണ്. ഡെവോൾട്ടിൻ്റെ ടൂൾസ് ആയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊന്നും ചോദിക്കരുതെന്നേ ഉള്ളൂ. പക്ഷെ ചിലതിനൊക്കെ ഭയങ്കര വില എഴുതിയേക്കുന്നത് 375 ഒക്കെ. കടയിൽ ഇതിനേക്കാളും ചീപ്പറായിട്ട് കിട്ടും. ഇവിടെ ആർക്ക് വേണമെങ്കിലും സ്പേസ് റെൻറ്റ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റിയ സാധനങ്ങൾ. ചിലർക്കൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോളുകളുണ്ട്. സാഡിലൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ശില്പയും ഹൗസ്ബൻഡും ഒപ്പമാണ്. പിന്നെ അവരുടെ 2 പിള്ളേരുമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇത് ചെറിയ പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ നല്ല സ്ഥലമാണ്. കാരണം ഒരുപാട് വെറൈറ്റി ആനിമൽസിനെ കാണാൻ പറ്റും. ഒരു മിനി സൂവിൽ വരുന്ന ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ പിള്ളേർക്കത് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്കും കണ്ടിട്ടില്ലാത്ത പലതരം പക്ഷികളെയും ആനിമൽസിനെയും കാണാനും ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ പീക്കോക്കും എല്ലാം വിൽക്കുന്നുണ്ട് ആൾക്കാർ. ചാടി പോകാൻ വേണ്ടി നോക്കുമെന്ന് തോന്നുന്നു. തോക്ക് വരെ ഉണ്ട് ഇവിടെ വിൽക്കാൻ. പ്രൈവറ്റ് കളക്ഷനാണ്. ഇതിവിടെ ഒരു ചേട്ടൻ്റെ പ്രൈവറ്റ് കളക്ഷൻ പുള്ളിക്കാരൻ വിൽക്കുന്നത്. കൊള്ളാം. എൻ്റെ വാള് വരെ ഉണ്ട്. ആരോ ഉണ്ടാക്കിയ കളക്ഷനാണോ? നല്ല രസം. ഞങ്ങളവിടെ കുറേ കാടേനെ കണ്ടു. അപ്പോൾ അതിന് എത്ര വിലയെന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് മൊത്തം എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 10-12 എണ്ണം ഉണ്ട്, അത് മൊത്തം എടുക്കുകയാണെങ്കിൽ $5 തരാം ഓരോന്നിനും, അല്ലെങ്കിൽ ഓരോന്നിനും $7 വെച്ചാണ്. പിന്നെ ഇത് കണ്ടോ പീക്കോക്ക് ഇരിക്കുന്നത്. ഇച്ചിരി കഷ്ടമാണ് ഇതുങ്ങളെ വെച്ചിരിക്കുന്നത് കാണാൻ. കാരണം ചെറിയൊരു കൂട, വിൽക്കാനോ ഒന്നും ഉള്ള ഇടയില്ല. കോഴിയുടെ കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൊത്തി ശരിയാക്കും. സിൽക്കി കോഴി പല പുറത്തൊക്കെ. അതും ടർക്കി അല്ലേ? വേറൊരു വെറൈറ്റി അല്ലേ? I 3 bread. This and white. 7 and black and
അപ്പോൾ പൂവങ്കോഴിയുടെ ഒച്ച കാരണം ഞങ്ങളുടെ ചെവിയുടെ ബോൾട്ട് അടിച്ച് പോയതാണ്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ആനിമൽസിനെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആക്രി വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ പലതരം ഐറ്റംസ് യൂസ്ഡ് സെക്കൻഡ് ഹാൻഡും അല്ലാതെയൊക്കെ ആയിട്ടുള്ള പലതരം ഐറ്റംസ്, തുണികളും എല്ലാം ഉണ്ട്. ടോയ്സും എന്ത് വേണോ അതെല്ലാം ഇവിടെ കിട്ടും. പിന്നെ ഒരുപാട് കളക്റ്റബിൾ ഐറ്റംസാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ ചെടികളും പച്ചക്കറിയും പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസും ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റോളുകളാണ്. പലതരം വെറൈറ്റി ഐറ്റംസ് ഇവിടെ കിട്ടും. പൊതുവേ ഇവിടെ മെക്സിക്കൻ ഐറ്റംസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഒന്ന് ചോദിച്ചു നോക്കിക്കേ. Chile ancho. Chile ancho. Ancho. Sí. Es el guajillo. Es el guajillo. Es el guajillo. Chile negro. El chile picoso de Nuevo México. Ajá. ¿Qué quieres, campeón? അപ്പോൾ ഹൗസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകൾ greatest things in the world. Yeah, no. It's pretty cool. ഇവിടുന്നോ ഹൗസ് ഏത് വീഡിയോ കണ്ടേ? ഓരോ കടകളുടെ ഇങ്ങനെ അവരിങ്ങനെ Mary Swap Meet. Hope you're having a great day. Finding lots of deals. Lots of them out there to be found. Make sure you walk up and down every aisle. Check out every vendor. Everybody's different. Got something different. നാട്ടിൽ കിട്ടുന്ന പാത്രങ്ങളൊക്കെ ഇവിടെയും കിട്ടും. എൻ്റെ അമ്മേ, ഏതെങ്കിലും കല്യാണത്തിന് വേണ്ടിയുള്ള ചെമ്പായിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് പേർക്കൊക്കെ ചെറിയ വിശപ്പൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ ഇവിടെ എന്താണെന്ന് നോക്കാൻ പോവാം. ഓൾഡ് ടൗൺ എൻ്റർടൈൻമെൻറ്റ്. ഓ, ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. അതെ, ഇത് പഴയ ജയിലൊക്കെ. എനിക്ക് തോന്നുന്നു വെറുതെ റെസ്റ്റോറൻ്റ് ആക്കി അവർ. അത്ത ഇരുന്നാ വീഴുവോ? കൊള്ളാവോ? അടിപൊളി. ഇതിനകത്ത് ഏതാണ്ടൊക്കെ വലിയ മസാല കേട്ടിട്ടുണ്ട്. നല്ല പുളിയാണല്ലേ? പോറാണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ, അടിപൊളിയാ. ഇവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പാനിഷ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് ബാർഗെയിനിങ് ഒക്കെ നടക്കും. ഏതാണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ പരിപാടി ഇവിടെ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 10 മണി ആറായി. ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ എക്സിറ്റ് അടിക്കാനുള്ള പ്രോഗ്രാമിലാണ്. കാരണം ചൂട് കൂടാൻ തുടങ്ങി, പിള്ളേരും അടുത്ത് തുടങ്ങി. മാത്രമല്ല ആൾക്കാരുടെ തിക്കും തിരക്കും മെല്ലെ കൂടാൻ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ഒക്ലഹോമ സിറ്റി വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മേരി സ്വാപ്പ് മീറ്റ് വന്ന് കാണുക. ഇത് ഈ റീജിയനിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ഇത് ഡിസ്നി ലാൻഡ് ഒന്നുമല്ല, പക്ഷേ എല്ലാവർക്കും വന്ന് കണ്ട് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്.